വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഫിസിക്കൽ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ്. ഫസ്റ്റ് 2 പാർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതിൽ സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം നമ്മൾ പഠിച്ച് നിർത്തിയതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത് കേക്സ് ആൻഡ് വോൾക്കാനോസ് എന്ന് പറയുന്ന പോർഷൻ വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ പോർഷന് ശേഷമുള്ള പോർഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം കോൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് നോക്കാനുള്ളത് പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസും അതോടൊപ്പം തന്നെ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോർസ് നമ്മൾ നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഫാക്ട്സ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എന്തിനെക്കുറിച്ചുള്ള ഫാക്ട്സ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഓഷ്യാനിക് റീജിയനിലുള്ള റോക്സിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ എന്തിലൂടെയാണ് നമുക്കിങ്ങനെ ഓഷ്യാനിക് റീജിയനിലെ റോക്സിനെ പറ്റിയുള്ള ഫാക്ട്സ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്? നമ്മൾ ഓഷ്യൻ ഫ്ലോറിൻ്റെ മാപ്പിങ്ങിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ആ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോറും അതോടൊപ്പം തന്നെ പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസും നമ്മൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓഷ്യാനിക് റീജിയനിലുള്ള റോക്സിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. ആ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് all along the mid-oceanic ridges volcanic eruptions are common and they bring huge amounts of lava into the surface of this area. അപ്പോൾ മിഡോഷ്യാനിക് റിഡ്ജസ് നമ്മൾ പഠിച്ച ഒരു പോർഷനായിരുന്നു. അപ്പോൾ ആ മിഡോഷ്യാനിക് റിഡ്ജസിൽ എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുക നമ്മൾ പറഞ്ഞു. വോൾക്കാനിക് എറപ്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രദേശമാണ് ഇതെന്ന് പറഞ്ഞു. ഈ മിഡോഷ്യാനിക് റിഡ്ജ് ഏരിയ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്ന വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ ഫലമായിട്ട് അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാവയാണ് ഈ സർഫസ് ഏരിയയിൽ എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയ ഫാക്റ്റ് എന്താണ്? മിഡോഷ്യാനിക് റിഡ്ജ് ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്? വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയയിൽ എന്തിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ട്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാവയുടെ ആ ഒരു ഡെപ്പോസിഷൻ നമുക്ക് എവിടെ കാണാം? അതിൻ്റെ ആ ഒരു സർഫസ് ഏരിയയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത് നോക്കാനുള്ള ഫാക്റ്റാണ് The rocks equidistant on either side of the crest of mid-oceanic ridges show remarkable similarities in terms of period of formation, chemical composition and magnetic properties. അപ്പോൾ അടുത്ത ഫാക്റ്റ് എന്ന് പറയുന്നത് മിഡോഷ്യാനിക് റിഡ്ജിൻ്റെ ഈതർ സൈഡ്, അതായത് രണ്ട് സൈഡിലും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ അതായത് ഉള്ള റോക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളവയാണെന്നാണ് പറയുന്നത്. അത് വളരെ സിമിലർ ആയിട്ടുള്ള നേച്ചറാണ് അതിനുള്ളത്. എന്തിൻ്റെയൊക്കെ ബേസിലാണ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ ആയാലും കെമിക്കൽ കോമ്പോസിഷൻ ആയാലും അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചായാലും നമ്മുടെ മിഡോഷ്യാനിക് റിഡ്ജിൻ്റെ ഈതർ സൈഡിൽ കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് സിമിലർ ആയിട്ടുള്ള റോക്സ് ആണ്. അത് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സിമിലർ ആണെന്ന് നമ്മൾ പറയുന്നത്? ഒന്ന് ഫോർമേഷൻ, മറ്റൊന്ന് കെമിക്കൽ കോമ്പോസിഷൻ, മൂന്നാമത് മാഗ്നറ്റിക് പർപ്പസ്. അപ്പോൾ മാഗ്നറ്റിക് പർപ്പസസ് ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്, അതോടൊപ്പം ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് പർപ്പസ് ഓർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫോർമേഷൻ, ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മിഡോഷ്യാനിക് റിഡ്ജിൻ്റെ ഈതർ സൈഡിലുള്ള റോക്സ്, ഈക്വി ഡിസ്റ്റൻറ്റിൽ കാണപ്പെടുന്ന റോക്സ് എല്ലാം എങ്ങനെയുള്ളവയാണെന്ന് പറയാം? സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറുള്ള റോക്സ് ആണെന്ന് നമുക്ക് പറയാം. അതിന് നമ്മൾ അല്പം കൂടി വിശദമായിട്ട് നോക്കുകയാണ് എങ്കിൽ മിഡോഷ്യാനിക് റിഡ്ജിന് വളരെ ക്ലോസ് ആയിട്ട് കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള റോക്സും, എന്നാൽ മിഡോഷ്യാനിക് റിഡ്ജിൽ നിന്നും അല്പം വ്യത്യാസമായിട്ട് കാണപ്പെടുന്ന റോക്സ് ആണെങ്കിൽ അതിൻ്റെ പ്രായമെന്ന് പറയുന്നത് അല്പം കൂടി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഏജിലുള്ള റോക്സും ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ രണ്ട് ഫാക്ട്സ് ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ഫാക്ട്സ് എന്ന് പറയുന്നത് മിഡോഷ്യാനിക് റിഡ്ജിൽ ധാരാളമായിട്ട് എന്ത് നടക്കുന്നുണ്ട്? വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നുണ്ട്. തന്നെ അതിൻ്റെ സർഫസിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാവ എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. നമ്മൾ എന്തിനെ പറ്റിയുള്ള ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്? ഓഷ്യാനിക് റീജിയനിലുള്ള റോക്സിനെ കുറിച്ചുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇതായിരുന്നു. മിഡോഷ്യാനിക് റിഡ്ജിൽ എന്താണ് നടക്കുന്നത്? ഫ്രീക്വൻ്റ് ആയിട്ട് വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നു. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയയിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാവ ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡായിട്ട് നമ്മൾ പറഞ്ഞു മിഡോഷ്യാനിക് റിഡ്ജിൻ്റെ ഈതർ സൈഡിൽ ഉള്ള റോക്സ്, ഈക്വി ഡിസ്റ്റൻറ്റിൽ കാണപ്പെടുന്ന റോക്സിൻ്റെ ക്യാരക്ടേഴ്സ് വളരെ സിമിലർ ആണ്. എന്തിൻ്റെയൊക്കെ ബേസിലാണ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏജ് ഓഫ് ഫോർമേഷൻ ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. അതോടൊപ്പം ചേർത്ത് നമ്മൾ പറഞ്ഞ മറ്റൊരു ഫാക്റ്റ് ആയിരുന്നു എന്തായിരുന്നു?
മിഡോഷ്യാനിക് റിഡ്ജിന് വളരെ ക്ലോസ് ആയിട്ട് കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് യങ്ങും, എന്നാൽ മിഡോഷ്യാനിക് റിഡ്ജിൽ നിന്നും അല്പം എവയിൽ കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് അല്പം കൂടി ഇൻക്രീസ്ഡ് ഏജ് ഉള്ള റോക്സും ആണ് എന്നാണ് നമ്മൾ സെക്കൻഡ് ഫാക്റ്റിൽ ഡിസ്കസ് ചെയ്തത്. ഇനി തേർഡ് ഫാക്റ്റ് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓഷ്യൻ ക്രസ്റ്റ് റോക്സ് ആർ മച്ച് യങ്ങർ ദാൻ കോണ്ടിനെന്റൽ റോക്സ്. അപ്പോൾ ഓഷ്യൻ ക്രസ്റ്റിലുള്ള റോക്സ് എന്ന് പറയുന്നത് അല്പം കൂടി യങ് ആണ്. ആരേക്കാൾ? കോണ്ടിനെന്റൽ റോക്സിനേക്കാൾ അല്പം കൂടി യങ് ആയിട്ടുള്ള റോക്സ് ആണ് നമുക്ക് എവിടെ കാണുവാനായിട്ട് സാധിക്കുക? ഈ ഓഷ്യാനിക് ക്രസ്റ്റ് റോക്സിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഓഷ്യാനിക് ക്രസ്റ്റിലുള്ള റോക്സിൻ്റെ ഏജ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ അതിന് മോർ ദാൻ 200 മില്യൺ ഇയേഴ്സ് ഏജ് ആണ് ആർക്കുള്ളത്? ഈ ഓഷ്യാനിക് ക്രസ്റ്റിൽ റോക്സിന് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? തേർഡ് ഫാക്റ്റ് എന്തായിരുന്നു? ഓഷ്യൻ ക്രസ്റ്റിൽ കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ റോക്സിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ള റോക്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത തേർഡ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ അല്പം കൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞ എന്തായിരുന്നു? ഓഷ്യാനിക് ക്രസ്റ്റിലുള്ള റോക്സിൻ്റെ ആ ഒരു ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 200 മില്യൺ ഇയേഴ്സ് ഏജ് ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക? ഈ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിൽ കാണപ്പെടുന്ന റോക്സിന് ഉണ്ടായിരിക്കുക. എന്നാൽ നമ്മൾ കോണ്ടിനെന്റൽ റോക്കിൽ നോക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3200 മില്യൺ ഇയേഴ്സ് ഏജ് ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക? ഈ കോണ്ടിനെന്റൽ പോർഷനിൽ കാണപ്പെടുന്ന റോക്സിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത തേർഡ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റിൽ കാണപ്പെടുന്നത് യങ്ങർ ആയിട്ടുള്ള റോക്സും കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഏരിയയിൽ കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത് അല്പം കൂടി ഏജ്ഡ് ആയിട്ടുള്ള റോക്സും ആയിരിക്കും. അതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ അല്പം കൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയയിൽ കാണപ്പെടുന്ന റോക്സിൻ്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് മോർ ദാൻ 200 മില്യൺ ഇയേഴ്സ് ഏജ് ആണ്. എന്നാൽ കോണ്ടിനെന്റൽ റോക്സിൻ്റെ ഏജ് നമ്മൾ കണക്കാക്കുകയാണ് എങ്കിൽ 3200 മില്യൺ ഇയേഴ്സ് ഏജ് ആയിരിക്കും ഏതിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക? ഈ കോണ്ടിനെന്റൽ റോക്സിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നാലാമത്തെ ഫാക്റ്റ് നോക്കാം. സെഡിമെന്റ്സ് ഓൺ ഓഷ്യൻ ഫ്ലോർ ആർ അൺഎക്സ്പെക്റ്റഡ്ലി വെരി തിൻ. അപ്പോൾ ഓഷ്യൻ ഫ്ലോറിൽ ഉള്ള സെഡിമെന്റ്സ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള സെഡിമെന്റ്സ് ആണ് ഓഷ്യൻ ഫ്ലോറിൽ കാണപ്പെടുന്നത്. സയന്റിസ്റ്റ് വെയർ എക്സ്പെക്ടിങ് ഇഫ് ദി ഓഷ്യൻ ഫ്ലോർസ് വെയർ ആസ് ഓൾഡ് ആസ് കോണ്ടിനെന്റ് ടു ഹാവ് കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് സെഡിമെന്റ്സ് ഫോർ എ പീരീഡ് ഓഫ് മച്ച് ലോങ്ങർ ഡ്യൂറേഷൻ. അതായത് കോണ്ടിനെന്റൽ പീരീഡിനോളം തന്നെ പഴക്കം ഈ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിന് ഉണ്ടായിരുന്നു എങ്കിൽ ഈ കാണപ്പെടുന്ന സെഡിമെന്റ്സ് വളരെ തിന്നായിട്ടുള്ള സെഡിമെന്റ്സ് ആയിരിക്കില്ല, പകരം അല്പം കൂടി തിക്കായിട്ടുള്ള ഡെപ്പോസിഷൻ ആയിരിക്കും ഈ ഒരു ഓഷ്യൻ ഫ്ലോറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക എന്നാണ് ആര് പറയുന്നത്? സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ആ ഫോർത്ത് ഫാക്റ്റ് എന്താണ്? സെഡിമെന്റ്സ് ഓൺ ദി ഓഷ്യൻ ഫ്ലോർ ആർ അൺഎക്സ്പെക്റ്റഡ്ലി വെരി തിൻ. അതായത് ഓഷ്യൻ ഫ്ലോറിൽ നമ്മൾ കാണപ്പെടുന്ന സെഡിമെന്റ്സിൻ്റെ ഡെപ്പോസിഷൻ നോക്കുകയാണ് എങ്കിൽ അത് വളരെ തിന്നായിട്ടുള്ള വളരെ നേർത്ത ഡെപ്പോസിഷൻ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ കോണ്ടിനെന്റൽ പോർഷനിൽ നോക്കുകയാണെങ്കിൽ സെഡിമെന്റ്സിൻ്റെ ഡെപ്പോസിഷൻ വളരെ തിക്കാണ്. ഇപ്പോൾ കോണ്ടിനെന്റ്സിനോളം പഴക്കം ഈ ഒരു ഓഷ്യാനിക് ക്രസ്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഓഷ്യൻ ഫ്ലോറിന് ഉണ്ട് എങ്കിൽ ഈ സെഡിമെന്റ്സ് എങ്ങനെയായിരിക്കും? തിന്നായിരിക്കില്ല, പകരം തിക്കായിട്ടായിരിക്കും കാണപ്പെടുക എന്നാണ് ആര് പറയുന്നത്? സയന്റിസ്റ്റുകൾ പറയുന്നത്. ഇനി നമുക്ക് ഫിഫ്ത്ത് ആയിട്ട് ഉള്ള ഒരു ഫാക്റ്റ് നോക്കാം. ദ ഡീപ് ട്രെഞ്ചസ് ഹാവ് ഡീപ് സീറ്റഡ് എർത്ത് കേക്ക് ഒക്കറൻസസ് while in mid-oceanic ridge areas the quake foci have shallow depths. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മിഡോഷ്യാനിക് റിഡ്ജസിൽ നമ്മൾ പറഞ്ഞു അല്ലെ എർത്ത് കേക്സ് എന്ന് പറയുന്നത് ഷാലോ ആയിട്ടാണ് അതിൻ്റെ ആ ഒരു എർത്ത് കേക്കിൻ്റെ ഫോക്കി പോയിന്റ് കാണപ്പെടുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്നാൽ ഡീപ്പ് ട്രെഞ്ചസ് ആണ് എങ്കിൽ നമ്മൾ റിംഗ് ഓഫ് ഫയർ ഏരിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ ആണെങ്കിൽ അവിടുത്തെ ആ ഒരു എർത്ത് കേക്കിൻ്റെ ഒക്കറൻസ് എങ്ങനെയായിരിക്കും? വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു എർത്ത് കേക്കിൻ്റെ ഫോക്കി പോയിന്റ് വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടായിരിക്കും കാണുക. എന്നാൽ നമ്മുടെ മിഡോഷ്യാനിക് റിഡ്ജ് പോലുള്ള പ്രദേശങ്ങളിലുള്ള ആ ഒരു എർത്ത് കേക്കിൻ്റെ ഫോക്കി പോയിന്റ് എങ്ങനെയാണ്? ഷാലോ ഡെപ്സിലാണ് കാണപ്പെടുന്നത്, ഡീപ്പ് ഡെപ്തിലല്ല, പകരം ഷാലോ ഡെപ്തിലാണ് കാണപ്പെടുന്നത് എന്ന് ആണ് ആ ഫിഫ്ത്ത് ഫാക്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓഷ്യാനിക് റീജിയനിലെ റോക്സിനെ കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട ഫാക്ട്സ് 5 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഏതൊക്കെയായിരുന്നു 5 എണ്ണം എന്ന് നോക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മിഡോഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്ന ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്? വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ സർഫസ് ഏരിയയിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാവ ഡെപ്പോസിഷൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സെക്കൻഡ് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് ഈക്വി ഡിസ്റ്റൻറ്റ്, അതായത് മിഡോഷ്യാനിക് റിഡ്ജിന് ഈക്വി ഡിസ്റ്റൻറ്റ് കാണപ്പെടുന്ന അത്തരത്തിലുള്ള റോക്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ സിമിലർ ആയിട്ടുള്ളതാണ്. അത് എന്തിൻ്റെയൊക്കെ ബേസിലാണ് വളരെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു ഈക്വി ഡിസ്റ്റൻറ്റിൽ കാണപ്പെടുന്ന മിഡോഷ്യാനിക് റിഡ്ജിൻ്റെ ഈക്വി ഡിസ്റ്റൻറ്റിലുള്ള റോക്സിന് ഉള്ളത് എന്ന് നമ്മൾ നോക്കിയപ്പോൾ, ഒന്ന്
അതിൻ്റെ ഫോർമേഷനുള്ള ആ ഒരു പീരീഡ് ഓഫ് ഫോർമേഷൻ, അതുപോലെ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതുപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഈ ടേംസിലെല്ലാം ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജിൻ്റെ ഈതർ സൈഡിലുള്ള റോക്സ് എന്ന് പറയുന്നത് റിമാർക്കബിളി സെയിം ആണ് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ അല്പം കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജിന് വളരെ ക്ലോസ് ആയിട്ടുള്ള റോക്സ് ആണെങ്കിൽ അത് എങ്ങനെയുള്ള റോക്സ് ആണ്? അത് യങ്ങർ ആയിട്ടുള്ള റോക്സ് ആണ്. അത് മിഡ് ഓഷ്യാനിക് റിഡ്ജിൽ നിന്നും എവേ ആയിട്ടുള്ള റോക്സിനെ അപേക്ഷിച്ച് വളരെ യങ്ങർ ആയിട്ടുള്ള റോക്സ് ആണ് എവിടെയുള്ളത്? മിഡ് ഓഷ്യാനിക് റിഡ്ജുമായിട്ട് വളരെ ക്ലോസിൽ കാണപ്പെടുന്ന റോക്സ് എന്ന് പറയുന്നത്. തേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്റ്റ് ആയിരുന്നു ഓഷ്യാനിക് ക്രസ്റ്റിൽ ഉള്ളതെന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ള റോക്കിനേക്കാൾ വളരെ യങ് ആയിട്ടുള്ള റോക്സ് ആണ്. അതിനെ നമ്മൾ അല്പം കൂടി എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഓഷ്യാനിക് ക്രസ്റ്റിലുള്ള റോക്സിന്റെ ഏജ് എന്ന് പറയുന്നത് 200 മില്യൺ ഇയേഴ്സ് എഗോ ആയിട്ടുള്ള റോക്സ് ആണ്. എന്നാൽ കോണ്ടിനെന്റൽ പോർഷനിലുള്ള റോക്സ് എന്ന് പറയുമ്പോൾ 3200 മില്യൺ ഇയേഴ്സ് ഓളം അതിനെന്തുണ്ട്? പഴക്കമുണ്ട്. അപ്പോൾ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ളത് എവിടെയുള്ള റോക്സ് ആണ്? കോണ്ടിനെന്റൽ പോർഷനിൽ കാണപ്പെടുന്ന റോക്സ് ആണ് എന്ന് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്തു. നമ്മൾ ഫോർത്ത് ഡിസ്കസ് ചെയ്ത ഫാക്റ്റ് ആയിരുന്നു ഓഷ്യൻ ഫ്ലോറിൽ ഉള്ള സെഡിമെന്റ്സ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ വളരെ തിന്നായിട്ടുള്ള ഡെപ്പോസിഷൻ ആണ് എവിടെയുള്ളത്? ഈ ഓഷ്യാനിക് ഫ്ലോറിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഓഷ്യാനിക് ഫ്ലോറിന് കോണ്ടിനെന്റിനെ പോലെ ഉള്ള പഴക്കം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെയുള്ള ഡെപ്പോസിഷൻ തിന്നായിരിക്കില്ല, പകരം തിക്കായിട്ടുള്ള ഡെപ്പോസിഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. നമ്മൾ ഫിഫ്ത്ത് ആൻഡ് ഫൈനലായിട്ട് ഡിസ്കസ് ചെയ്ത ഫാക്റ്റ് എന്തായിരുന്നു? എന്ന് പറയുന്നത് ഡീപ്പ് ട്രെഞ്ചസിൽ ഉള്ള ഒരു എർത്ത് ക്വേക്കിൻ്റെ ഫോക്കി പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് സീറ്റഡ് ആയിട്ടായിരിക്കും ആ ഫോക്കി പോയിന്റ് എന്ത് ചെയ്യുക? ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുക. എന്നാൽ നമ്മുടെ ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഏരിയയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു എർത്ത് ക്വേക്കിൻ്റെ ഫോക്കി പോയിന്റ് ഷാലോ ഡെപ്തിലാണുള്ളത്, ഡീപ്പ് ഡെപ്തിലല്ല, പകരം ഷാലോ ഡെപ്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നതായിരുന്നു ആ ഫിഫ്ത്ത് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ഫ്ലോറും അതോടൊപ്പം തന്നെ പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഓഷ്യാനിക് റീജിയനിലുള്ള റോക്സിനെ കുറിച്ചുള്ള ഫാക്ട്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ട്സിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം 1961 ഹെസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്തിൻ്റെ പിറകിലുള്ളത്? ഈ സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് പിറകിലുള്ളത്. അപ്പോൾ സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന ഐഡിയ ആരാണ് കൊണ്ടുവന്നത്? ഹെസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏതിന് പിറകിലുള്ളത്? സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിന് പിറകിലുള്ളത്. ഏത് വർഷമാണ് അദ്ദേഹം ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? 1961 1961 ഹെസ് ഏത് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹെസ്സിൻ്റെ അഭിപ്രായ പ്രകാരം ക്രസ്റ്റ് ഏരിയയിൽ, അതായത് ഓഷ്യാനിക് റിഡ്ജിലെ ക്രസ്റ്റ് ഏരിയയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇറപ്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയയിൽ റപ്ചേഴ്സ് ഉണ്ടാകുന്നു. ആ റപ്ചേഴ്സിലേക്ക് ആര് വരികയാണ്? ഈ ന്യൂ ലാവ അതിലേക്ക് വന്ന് ഫില്ലാവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? ഹെസ് പറയുന്നത്. അപ്പോൾ ഹെസ് പറയുന്നത് എന്താണ്? ഓഷ്യാനിക് റിഡ്ജിലെ ക്രസ്റ്റ് ഏരിയയിൽ എന്ത് നടക്കുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയിട്ട് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇറപ്ഷൻ്റെ ഫലമായിട്ട് ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയയിൽ റപ്ചേഴ്സ് ഫോം ചെയ്യുകയും അവിടേക്ക് വന്ന് ഡെപ്പോസിഷൻ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂ ലാവ അതിലേക്ക് വന്ന് ഡെപ്പോസിഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റപ്ചേഴ്സിലും ആര് വന്ന് ഫില്ല് ചെയ്യുന്നു? ന്യൂ ലാവ വന്ന് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈതർ സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. ആ ഓഷ്യൻ ഫ്ലോറ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നു എന്നാണ് ആര് പറയുന്നത്? ഹെസ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഓഷ്യൻ ഫ്ലോർ മാപ്പിങ്ങും പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഓഷ്യാനിക് റീജിയനിൽ കാണപ്പെടുന്ന റോക്സിൻ്റെ ഫാക്ട്സിനെ പറ്റി നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഈ ചെക്ക് ചെയ്ത ഫാക്ട്സിൻ്റെ ആ ഒരു പിൻബലത്തിലൂടെ ഹെസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏത് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്? സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അത് ഏത് വർഷമായിരുന്നു? 1961 1961 ആര് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? ഹെസ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഹെസ്സിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം അദ്ദേഹം എന്താണ് ഒപ്പീൻ ചെയ്തത്? ഈ ഓഷ്യാനിക് റിഡ്ജ് ഏരിയയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇറപ്ഷൻസ്, അതായത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയയിൽ റപ്ചേഴ്സ് ഫോം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഇറപ്ഷൻ്റെ ഫലമായിട്ടുള്ള ന്യൂ ലാവ ഡെപ്പോസിഷൻ അവിടെ സംഭവിക്കുന്നുമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഓഷ്യാനിക് ക്രസ്റ്റ് ഈതർ സൈഡ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും എന്ത് സംഭവിക്കുന്നുണ്ട്? പുഷ് നടക്കുന്നുണ്ട്. അതായത് ഓഷ്യൻ ഫ്ലോർ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ള ഐഡിയ ആണ് ആര് പങ്കുവച്ചത്? ഹെസ് പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ഓഷ്യാനിക് ക്രസ്റ്റിലുള്ളത് വളരെ യങ് ഏജിലുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യങ് ഏജിലായിട്ട് ഇത് കാണപ്പെടുന്നത് എന്ന് നോക്കുമ്പോഴേക്കും ഇതിന് പ്രധാനമായിട്ട് പറയുന്നത്
ഓഷ്യൻ ഫ്ലോർ വോൾക്കാനിക് എറപ്ഷൻ്റെ ഫലമായിട്ട് അല്പം കൂടി പുഷ് ചെയ്യപ്പെടുന്നത് ക്രസ്റ്റ് ഏരിയയിലാണ്. എന്നാൽ ഡീപ്പ് ട്രെഞ്ചിൻ്റെ ഭാഗമാകുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, അവിടെ സിങ്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പ് ട്രെഞ്ചസിൽ, ഓഷ്യാനിക് ട്രെഞ്ചസിൽ എന്ത് സംഭവിക്കുകയാണ്, അത് സിങ്ക് ഡൗൺ ചെയ്യുന്നു. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയ ആണ് എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അത് പുഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ വോൾക്കാനിക് എറപ്ഷൻ്റെ ഫലമായിട്ട് ന്യൂ ലാവ വരുന്നു, അതിൻ്റെ ഡെപ്പോസിഷൻ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഓഷ്യാനിക് ഫ്ലോർ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഓഷ്യാനിക് ട്രെഞ്ചസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അത് സിങ്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓഷ്യാനിക് ട്രെഞ്ചസ് സിങ്ക് ഡൗൺ ചെയ്യുന്നു. സൈമിൾട്ടേനിയസ്ലി അവിടെയുള്ള ഓഷ്യാനിക് ക്രസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഓഷ്യാനിക് ഫ്ലോർ എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അവിടെ പുഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ട്രെഞ്ചസ് സിങ്ക് ഡൗൺ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ഓഷ്യാനിക് ഫ്ലോർ എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്, ഓഷ്യാനിക് ഫ്ലോർ പുഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഓഷ്യൻ ഫ്ലോർ സ്പ്രെഡ് ചെയ്യുകയാണ് എന്ന് ആര് പറയുന്നത്, ഹെസ് പറയുന്നത്. അപ്പോൾ ഹെസ്സിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു, സീ ഫ്ലോർ സ്പ്രെഡിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഹെസ് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഓഷ്യാനിക് റിഡ്ജസ് ഏരിയയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്ന ഇറപ്ഷൻ്റെ ഫലമായിട്ട് ക്രസ്റ്റ് ഏരിയയിലാണെങ്കിൽ റപ്ചേഴ്സ് ഫോം ചെയ്യപ്പെടുകയും ന്യൂ ലാവ ഡെപ്പോസിഷൻസ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവിടെ ഈതർ സൈഡ് ഓഷ്യാനിക് ക്രസ്റ്റിൽ പുഷ് ഉണ്ടാവുകയും ഓഷ്യൻ ഫ്ലോർ എന്ത് ചെയ്യുകയും ചെയ്യും, സ്പ്രെഡ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഓഷ്യൻ ഫ്ലോർ ഏരിയയിലേക്ക് ഈ ഒരു എറപ്ഷൻ്റെ ഫലമായിട്ടുള്ള ലാവ ഡെപ്പോസിഷൻ സംഭവിക്കുന്നതോടെ അവിടെ പുഷ് ചെയ്യപ്പെടുകയും, എന്നാൽ ഓഷ്യാനിക് ട്രെഞ്ചസിൽ എന്ത് സംഭവിക്കുകയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് സിങ്ക് ഡൗൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്, ഹെസ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ള കോൺസെപ്റ്റാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 1967 അതായത് 1967 മെക്കൻസി, പാർക്കർ, അതുപോലെ തന്നെ മോർഗൻ തുടങ്ങിയവരാണ് ഇതിൻ്റെ പയനിയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മെക്കൻസി, പാർക്കർ, മോർഗൻ ഇവർ ഒരുമിച്ച് ചേർന്നിട്ടല്ല ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തത്. പകരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവർ ഡേറ്റ കളക്ട് ചെയ്തതും, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇവർ കൺസീവ് ചെയ്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവർ ചെയ്ത ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഔട്ട്കം ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു ഐഡിയ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് കൺസീവ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ആണ്. അത് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സോളിഡ് റോക്ക് ഓർ സ്ലാബ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ആണ്. ഇത് വളരെ മാസീവ് സൈസിലുള്ള ഇറഗുലർ ആയിട്ട് ഉള്ള ഒരു സോളിഡ് റോക്ക് അല്ലെങ്കിൽ സ്ലാബ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കോണ്ടിനെൻ്റലും അതോടൊപ്പം തന്നെ ഓഷ്യാനിക് ആയിട്ടുള്ള ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഉണ്ട്. ഇത് അറ്റ്മോസ്ഫിയറിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതും റിജിഡ് യൂണിറ്റ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റിനെ പറ്റിയാണ് സംസാരിച്ചത്. ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് വളരെ മാസീവ് സൈസിലുള്ള ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള സോളിഡ് റോക്ക് ഓർ സ്ലാബ് ആയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ടെക്ടോണിക് പ്ലേറ്റ് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ കോണ്ടിനെൻ്റൽ അതോടൊപ്പം തന്നെ ഓഷ്യാനിക് ലിത്തോസ്ഫിയറിനെ ആര് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിൽ ഓഷ്യാനിക് ആയിട്ടുള്ള ലിത്തോസ്ഫിയറും കോണ്ടിനെൻ്റൽ ലിത്തോസ്ഫിയറും ആര് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഈ ടെക്ടോണിക് പ്ലേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറിൽ ഇത് വളരെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് മൂവ് ചെയ്യുകയും ചെയ്യുന്നത്, അതും റിജിഡ് യൂണിറ്റ്സ് ആയിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ ക്രസ്റ്റിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണ് എങ്കിൽ ക്രസ്റ്റും ടോപ്പ് മാൻഡിലുമാണ് പ്രധാനമായിട്ടുള്ള കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റിലുള്ള പ്രധാനപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണ്, ക്രസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ടോപ്പ് മാൻഡിലുണ്ട്. ഈ ക്രസ്റ്റ് ആൻഡ് ടോപ്പ് മാൻഡിൽ എന്ന് പറയുന്ന ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഓഷ്യാനിക് പാർട്സിലും അതോടൊപ്പം തന്നെ കോണ്ടിനെൻ്റൽ പാർട്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഓഷ്യാനിക് പാർട്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലിതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 5 to 100 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ കോണ്ടിനെൻ്റൽ ഏരിയയിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 200 കിലോമീറ്റേഴ്സിലായിരിക്കും.
അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത് മാസീവ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള സ്ലാബ് ഓർ സോളിഡ് റോക്ക് ആണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിൽ എന്തൊക്കെയുണ്ട്, കോണ്ടിനെന്റലും അതോടൊപ്പം തന്നെ ഓഷ്യാനിക് ലിത്തോസ്ഫിയറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റിജിഡ് യൂണിറ്റ്സ് ആയിട്ടാണ് അറ്റ്മോസ്ഫിയറിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റിലെ പ്രധാനമായിട്ടുള്ള കോമ്പണൻസ് നമ്മൾ നോക്കിയപ്പോൾ ഏതൊക്കെ ഉണ്ടായിരുന്നു? ക്രസ്റ്റ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ടോപ്പ് മാൻഡിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തിക്നെസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇത് എവിടെയൊക്കെ വ്യത്യാസമാണെന്ന് പറഞ്ഞു. ഒരു ഓഷ്യാനിക് റീജിയനിലും കോണ്ടിനെന്റൽ റീജിയനിലും ഇതെങ്ങനെയാണ് ഡിഫറൻ്റ് ആണ്. ഓഷ്യാനിക് ആണ് എങ്കിൽ ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 to 100 കിലോമീറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ കോണ്ടിനെന്റൽ ആണ് എങ്കിൽ ഇതിൻ്റെ ആ ഒരു തിക്നെസ് എത്രയായിരിക്കും? 200 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ടെക്ടോണിക് പ്ലേറ്റിൽ നമ്മൾ ഇതിൻ്റെ ആ ഒരു സ്റ്റഡി പർപ്പസിൻ്റെ ഭാഗമായിട്ട് എർത്തിലെ ലിത്തോസ്ഫിയറിനെ പ്രധാനമായിട്ട് 7 മേജർ പ്ലേറ്റ്സും അതോടൊപ്പം തന്നെ കുറച്ച് മൈനർ പ്ലേറ്റ്സുമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ പസഫിക് പ്ലേറ്റിനെ നമ്മൾ കണക്കാക്കുന്നത് ഒരു ഓഷ്യാനിക് പ്ലേറ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ യൂറേഷ്യൻ പ്ലേറ്റിനെ നമ്മൾ കണക്കാക്കുന്നത് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് ആയിട്ടുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾ ഈ ഒരു ടെക്ടോണിക് കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സിന് വേണ്ടിയിട്ട് നമ്മൾ എർത്തിൻ്റെ ലിത്തോസ്ഫിയറിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 7 മേജർ പ്ലേറ്റ് ആയിട്ട് അതുപോലെ തന്നെ സം മൈനർ പ്ലേറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പല എക്സാമ്പിളായിട്ട് പറഞ്ഞത് 2 പ്ലേറ്റ്സ് നമ്മൾ എടുത്തു. ഒന്ന് പസഫിക് പ്ലേറ്റും മറ്റൊന്ന് യൂറേഷ്യൻ പ്ലേറ്റും. അത് നമ്മൾ പസഫിക് പ്ലേറ്റ് ആണ് നോക്കുന്നതെങ്കിൽ അതെങ്ങനെയുള്ള പ്ലേറ്റ് ആണ്? അതൊരു ഓഷ്യാനിക് ആയിട്ടുള്ളതും എന്നാൽ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റൽ ആയിട്ടുള്ള ഒരു പ്ലേറ്റുമാണ്. എന്നിട്ട് നമുക്ക് പറയാനുള്ളത് ഈ പ്ലേറ്റ്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എറൗണ്ട് ദ ഗ്ലോബ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് പ്രധാനമായിട്ടുള്ള മേജർ പ്ലേറ്റ്സും അതോടൊപ്പം തന്നെ മൈനർ പ്ലേറ്റ്സും ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു 7 മേജർ പ്ലേറ്റ്സും അതോടൊപ്പം തന്നെ സം മൈനർ പ്ലേറ്റ്സുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്ലേറ്റ് ടെക്ടോണിക്സിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മൾ ഇത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഒരു കോണ്ടിനെന്റലും ഒരു ഓഷ്യാനിക്കിനും എക്സാമ്പിൾ പറഞ്ഞു. കോണ്ടിനെന്റലിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് യൂറേഷ്യൻ പ്ലേറ്റ് ആണെങ്കിൽ പസഫിക് പ്ലേറ്റ് ആണ് നമ്മൾ ഓഷ്യാനിക്കിന് എക്സാമ്പിൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ പ്ലേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എറൗണ്ട് ദ ഗ്ലോബ് കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 എണ്ണമാണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യൻ പ്ലേറ്റ്. അപ്പോൾ അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യാനിക് പ്ലേറ്റ് ആണ് ഫസ്റ്റ് മേജർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് മേജർ പ്ലേറ്റ് ആണ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. തേർഡ് ആണ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഫോർത്ത് വൺ ആണ് പസഫിക് പ്ലേറ്റ്. ഫിഫ്ത്ത് വൺ ആണ് ഇൻഡോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്ലേറ്റ്. സിക്സ്ത് വൺ ആണ് ആഫ്രിക്ക വിത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഫ്ലോർ പ്ലേറ്റ്. സെവൻത് ആൻഡ് ഫൈനൽ വൺ ആണ് യൂറേഷ്യ ആൻഡ് അഡ്ജസൻ ഓഷ്യാനിക് പ്ലേറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മേജർ പ്ലേറ്റ്സ് 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആ 7 എണ്ണം ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കിയത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യാനിക് പ്ലേറ്റ്. അപ്പോൾ ഫസ്റ്റ് പ്ലേറ്റ് ഏതാണ്? ഫസ്റ്റ് മേജർ പ്ലേറ്റ് ആണ് അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യാനിക് പ്ലേറ്റ്. സെക്കൻഡ് പ്ലേറ്റ് ആണ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. തേർഡ് വൺ ആണ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഫോർത്ത് വൺ ആണ് പസഫിക് പ്ലേറ്റ്. ഫിഫ്ത്ത് വൺ ആണ് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്ലേറ്റ്. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് മേജർ പ്ലേറ്റ് ആണ്. സിക്സ്ത് മേജർ പ്ലേറ്റ് ആണ് ആഫ്രിക്ക വിത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഫ്ലോർ പ്ലേറ്റ്. അപ്പോൾ ആഫ്രിക്ക വിത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഫ്ലോർ പ്ലേറ്റ് എന്ന് പറയുന്നത് സിക്സ്ത് മേജർ പ്ലേറ്റ് ആണ്. സെവൻത് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള മേജർ പ്ലേറ്റ് ആണ് യൂറേഷ്യ ആൻഡ് അഡ്ജസൻ ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂറേഷ്യ ആൻഡ് അഡ്ജസൻ ഓഷ്യാനിക് പ്ലേറ്റ് ആണ് സെവൻത് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള മേജർ പ്ലേറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൈനർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ്. പ്രധാനമായിട്ടുള്ള മൈനർ പ്ലേറ്റ്സ് ആണ് കൊക്കോസ് പ്ലേറ്റ്, അതോടൊപ്പം തന്നെ നാസ്ക പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, ഫിലിപ്പൈൻ പ്ലേറ്റ്, കാരലിൻ പ്ലേറ്റ്, അതോടൊപ്പം തന്നെ ഫ്യൂജി പ്ലേറ്റ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള മൈനർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് കൊക്കോസ് പ്ലേറ്റ്, മറ്റൊന്ന് നാസ്ക പ്ലേറ്റ്, അതോടൊപ്പം തന്നെ അറേബ്യൻ പ്ലേറ്റ്, അതോടൊപ്പം തന്നെ ഫിലിപ്പൈൻ പ്ലേറ്റ്, അതോടൊപ്പം കാരലിൻ പ്ലേറ്റ്, അതോടൊപ്പം ഫ്യൂജി പ്ലേറ്റ്. ഇത് നമുക്ക് ഓരോന്നും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ നമ്മൾ മൈനർ പ്ലേറ്റ്സിൻ്റെ ലൊക്കേഷനാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ ആദ്യം നോക്കാനുള്ളത് കൊക്കോസ് പ്ലേറ്റ്. കൊക്കോസ് പ്ലേറ്റിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ സെൻട്രൽ അമേരിക്ക ആൻഡ് പസഫിക് പ്ലേറ്റ്. അപ്പോൾ പസഫിക് പ്ലേറ്റിനും സെൻട്രൽ അമേരിക്കയ്ക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൊക്കോസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് മൈനർ പ്ലേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൊക്കോസ് പ്ലേറ്റിൻ്റെ ആ ഒരു ലൊക്കേഷൻ എവിടെയാണ്? ബിറ്റ്വീൻ സെൻട്രൽ അമേരിക്ക ആൻഡ് പസഫിക് ആണ് ആരുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്? കൊക്കോസ് പ്ലേറ്റിൻ്റെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്.
സെക്കൻഡ് നോക്കാനുള്ള മൈനർ പ്ലേറ്റ് ആണ് നാസ്ക പ്ലേറ്റ്. അപ്പോൾ നാസ്ക പ്ലേറ്റിൻ്റെ ആ ഒരു ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ സൗത്ത് അമേരിക്ക ആൻഡ് പസഫിക്. അപ്പോൾ സൗത്ത് അമേരിക്കയ്ക്കും പസഫിക്കിനും ഇടയിലാണെങ്കിൽ അത് ഏത് പ്ലേറ്റ് ആണ്? അത് നാസ്ക പ്ലേറ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ കൊക്കോസ് പ്ലേറ്റ് എവിടെയായിരുന്നു? അത് സെൻട്രൽ അമേരിക്കയ്ക്കും പസഫിക്കിനും ഇടയിലായിരുന്നു ആര്? കൊക്കോസ് പ്ലേറ്റ്. രണ്ടാമത് പറയുന്ന നാസ്ക പ്ലേറ്റിൻ്റെ ആ ഒരു പൊസിഷൻ എവിടെയാണ്? അത് സൗത്ത് അമേരിക്കയ്ക്കും പസഫിക്കിനും ഇടയിലാണ് നാസ്ക പ്ലേറ്റ്. മൂന്നാമത്തെ ഒരു മൈനർ പ്ലേറ്റ് ആണ് അറേബ്യൻ പ്ലേറ്റ്. അറേബ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കംപ്രസ് ചെയ്യുന്നത് സൗദി അറേബ്യൻ ലാൻഡ് മാസ് ആണ്. അത് മോസ്റ്റ്ലി സൗദി അറേബ്യൻ ലാൻഡ് മാസിനെ തന്നെയാണ് ഏത് പ്ലേറ്റിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത്? അറേബ്യൻ പ്ലേറ്റ് എന്ന് പറയുന്ന മൈനർ പ്ലേറ്റിൽ ഉൾക്കൊള്ളുന്നത് മോസ്റ്റ്ലി സൗദി അറേബ്യൻ ലാൻഡ് മാസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള നാലാമത്തെ മൈനർ പ്ലേറ്റ് ആണ് ഫിലിപ്പൈൻ പ്ലേറ്റ്. ഫിലിപ്പൈൻ പ്ലേറ്റ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യാറ്റിക് അതോടൊപ്പം തന്നെ പസഫിക് പ്ലേറ്റ്സിന് ബിറ്റ്വീൻ ആയിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഫിലിപ്പൈൻ പ്ലേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഫിലിപ്പൈൻ പ്ലേറ്റിൻ്റെ ആ ഒരു പൊസിഷൻ എവിടെയാണ്? ബിറ്റ്വീൻ ഏഷ്യാറ്റിക് ആൻഡ് പസഫിക് പ്ലേറ്റിലാണ് ആരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്? ഫിലിപ്പൈൻ പ്ലേറ്റിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നോക്കാനുള്ളത് ഫിഫ്ത്ത് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. അതാണ് കാരലിൻ പ്ലേറ്റ്. അപ്പോൾ കാരലിൻ പ്ലേറ്റിൻ്റെ ആ ഒരു പൊസിഷൻ നോക്കാം. ഇറ്റ്സ് ബിറ്റ്വീൻ ഫിലിപ്പൈൻ ആൻഡ് ഇന്ത്യൻ പ്ലേറ്റ്. ഫിലിപ്പൈൻ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാരലിൻ പ്ലേറ്റ് എന്ന് പറയുന്ന ഫിഫ്ത്ത് ആയിട്ടുള്ള ആ ഒരു മൈനർ പ്ലേറ്റ്. അപ്പോൾ കാരലിൻ പ്ലേറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇറ്റ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഫിലിപ്പൈൻ പ്ലേറ്റ് ആൻഡ് ഇന്ത്യൻ പ്ലേറ്റ് ആണെങ്കിൽ അത് ഏത് മൈനർ പ്ലേറ്റ് ആണ്? അതാണ് കാരലിൻ പ്ലേറ്റ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ള ആ ഒരു മൈനർ പ്ലേറ്റ് ആണ് ഫ്യൂജി പ്ലേറ്റ് എന്ന് പറയുന്നത്. ഫ്യൂജി പ്ലേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഓസ്ട്രേലിയ ആണ് ഫ്യൂജി പ്ലേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂജി പ്ലേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൊക്കാലിറ്റി എവിടെയാണ്? നോർത്ത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഓസ്ട്രേലിയ ആണ് ആര് കണ്ടെയ്ൻ ചെയ്യുന്ന ലൊക്കാലിറ്റി എന്ന് പറയുന്നത്? ഫ്യൂജി പ്ലേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞു അന്റാർട്ടിക്ക ആൻഡ് സറൗണ്ടിങ് ഓഷ്യാനിക് പ്ലേറ്റ്, സെക്കൻഡ് പറഞ്ഞു നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, തേർഡ് പറഞ്ഞു സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ഫോർത്ത് പറഞ്ഞു പസഫിക് പ്ലേറ്റ്, അതുപോലെ ഫിഫ്ത്ത് പറഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പ്ലേറ്റ്, സിക്സ്ത് പറഞ്ഞു ആഫ്രിക്ക വിത്ത് ഈസ്റ്റ് അറ്റ്ലാന്റിക് ഫ്ലോർ പ്ലേറ്റ്, സെവൻത് പറഞ്ഞു യൂറേഷ്യ ആൻഡ് അഡ്ജസൻറ്റ് ഓഷ്യാനിക് പ്ലേറ്റ്. അതിനുശേഷം നമ്മൾ 6 മൈനർ പ്ലേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നോക്കി. അതിൽ ആദ്യം പറഞ്ഞത് കൊക്കോസ് പ്ലേറ്റ് ആയിരുന്നു. കൊക്കോസ് പ്ലേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ അമേരിക്കയ്ക്കും പസഫിക് ഏരിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതായിരുന്നു കൊക്കോസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പറഞ്ഞത് നാസ്കോൺ പ്ലേറ്റ് ആയിരുന്നു. നാസ്കോൺ പ്ലേറ്റ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയ്ക്കും പസഫിക് പ്ലേറ്റിനും ഇടയ്ക്കാണ് ആരുണ്ടായിരുന്നത്? ഈ നാസ്ക പ്ലേറ്റ് ഉണ്ടായിരുന്നത്. തേർഡ് പറഞ്ഞത് അറേബ്യൻ പ്ലേറ്റ് ആയിരുന്നു. അറേബ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സൗദി അറേബ്യൻ ലാൻഡ് മാസിനെയാണ് ആര് ഉൾക്കൊള്ളുന്നത്? ഈ അറേബ്യൻ പ്ലേറ്റ് ഉൾക്കൊള്ളുന്നത്. ഫോർത്ത് പറഞ്ഞത് ഫിലിപ്പൈൻ പ്ലേറ്റ് ആയിരുന്നു. ഫിലിപ്പൈൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് പ്ലേറ്റിനും അതോടൊപ്പം തന്നെ പസഫിക് പ്ലേറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആരുടെ പൊസിഷൻ എന്ന് പറഞ്ഞു? ഫിലിപ്പൈൻ പ്ലേറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കാരലിൻ പ്ലേറ്റ് ആയിരുന്നു ഫിഫ്ത്ത് പറഞ്ഞത്. കാരലിൻ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഫിലിപ്പൈൻ പ്ലേറ്റിനും ഇന്ത്യൻ പ്ലേറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കാരലിൻ പ്ലേറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫ്യൂജി പ്ലേറ്റ് ആയിരുന്നു. ഫ്യൂജി പ്ലേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ഓസ്ട്രേലിയയാണ് ആര് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഈ ഫ്യൂജി പ്ലേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലേറ്റിൻ്റെ ബൗണ്ടറീസ് ആണ്. അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസിനെ പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ഡൈവേർജൻ ബൗണ്ടറീസ്, മറ്റൊന്ന് കൺവേർജൻ ബൗണ്ടറീസ്, അടുത്തതെന്ന് പറയുന്നത് ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആണ്. അപ്പോൾ പ്ലേറ്റ് ബൗണ്ടറീസിന് നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഡൈവേർജൻ ബൗണ്ടറീസ്, കൺവേർജൻ ബൗണ്ടറീസ്, ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്നിവയാണ് ആ തരംതിരിവുകൾ. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഏതൊക്കെ പോർഷൻസ് ആണ് നോക്കിയത്? നമ്മൾ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഹെസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന് മുൻപ് നമ്മൾ നോക്കിയത് ഓഷ്യൻ റീജിയനിലുള്ള റോക്സിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ട്സിനെ പറ്റിയാണ്. ഈ ഫാക്ട്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിച്ചത് ഓഷ്യൻ ഫ്ലോർ മാപ്പിങ്ങും അതുപോലെ തന്നെ പാലിയോ മാഗ്നറ്റിക് സ്റ്റഡീസും ആയിരുന്നു. അതിൽ നമ്മൾ 5 ഫാക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹെസ്സിൻ്റെ ആ ഒരു സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കി. അതിനുശേഷം നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സ് കോൺസെപ്റ്റ് 1967 കൊണ്ടുവന്നു. മെക്കൻസി, പാർക്കർ, മോർഗൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവന്ന കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നോക്കി. അതിനുശേഷം മെയിനായിട്ട് 7 മേജർ പ്ലേറ്റ്സ് ആയിട്ടും 6 മൈനർ പ്ലേറ്റ്സ് ആയിട്ടും അവർ കാറ്റഗറൈസ് ചെയ്തു. എർത്തിൻ്റെ ലിത്തോസ്ഫിയറിനെ നമ്മൾ പഠിച്ചു. അതിൽ ഏതൊക്കെയാണ് മേജർ പ്ലേറ്റ്സ്, ഏതൊക്കെയാണ് മൈനർ പ്ലേറ്റ്സ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്
പ്ലേറ്റ്സിൻ്റെ ബൗണ്ടറീസിനെ പറ്റി നമ്മൾ നോക്കിയപ്പോൾ 3 തരംതിരിവുകളുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? 1 ഡൈവേർജൻ ബൗണ്ടറീസ്, 2 കൺവേർജൻ ബൗണ്ടറീസ്, 3 ട്രാൻസ്ഫോം ബൗണ്ടറീസ് എന്നിവയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് പഠിച്ച ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ദയവായിട്ട് നിങ്ങൾ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിനായിട്ട് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.